വസിഷ്ഠ മഹർഷിയോട് ചോദിക്കുകയാണ്. കാരണം മനസ്സിന്റെ സ്വരൂപം എന്താണ്? കാരണം എല്ലാ പ്രശ്നങ്ങൾക്കും എല്ലാ അനർത്ഥങ്ങൾക്കും കാരണം ഈ ഒരു മനസ്സാണ് അല്ല. എല്ലാ ഉപദ്രവങ്ങൾക്കും എല്ലാ ദോഷങ്ങൾക്കും അടിസ്ഥാനം മനസ്സാണ്. അപ്പൊ ഈ മനസ്സിനെ ഇല്ലാതാക്കാൻ കഴിഞ്ഞാൽ പിന്നെ ഒരു കഷ്ടപ്പാടും ഇല്ലല്ലോ. അതാണ് രാമന്റെ വാദം, അതാണ്. അപ്പൊ അതുകൊണ്ട് മനസ്സിന്റെ സ്വരൂപം എന്താണ് ഇതറിയേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറയാണ്. അപ്പൊ വസിഷ്ഠ മഹർഷി അതിനെക്കുറിച്ചാണ് ഇനി പറയാനായിട്ട് പോകുന്നത്. എങ്ങനെയാണ് ഈ മനസ്സ് എന്ന് പറഞ്ഞാൽ, മനസ്സ് എന്ന് പറഞ്ഞ ഒരു ശബ്ദമുണ്ട് എന്നേ ഉള്ളൂ, അതിനൊരു രൂപമില്ല എന്നാണ്. അത് ഇന്നതാണെന്ന് വിസ്തരിച്ച് പറയാൻ പറ്റില്ല എന്നാണ്. മനസ്സിനെ എങ്ങനെ ഇപ്പൊ ചിത്രീകരിക്കുക? മനസ്സ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയാത്ത ഒരാളോട് എങ്ങനെ നമ്മൾ മനസ്സിനെ വിശദീകരിക്കുക? പറയാൻ പറ്റില്ല. കാരണം മനസ്സ് എന്നൊരു വാക്കേ ഉള്ളൂ, പക്ഷേ അതുമായി ബന്ധപ്പെട്ട ഒരു രൂപം എവിടെയും ഇല്ല എന്നാണ് പറയുന്നത് അല്ലെ. എവിടെയും കാണാനായിട്ട് ഒരു